ബിബിൻ കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷപരമായിട്ട് വളരെ വലിയൊരു രഹസ്യമായ കാര്യത്തെക്കുറിച്ചാണ്. നമ്മളെ പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നു, ചിലർ നമ്മളോട് ഒച്ച വെക്കുന്നു, ചിലർ നമ്മളോട് കാണുമ്പോൾ മുഖം തിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മുടെ കാലക്കേടാണ്, സമയദോഷമാണെന്നൊക്കെ പലരും പറഞ്ഞെന്ന് വരാം. ഒരുപക്ഷെ അതിനുള്ള പൂജാവിധികളൊക്കെ നമ്മൾ നടത്തിയിട്ടും പതിവ് ഫലം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ രഹസ്യമാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നും ഇതിന് എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അപ്പം ബിബിൻ കുട്ടൻസ് വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പ്രധാനപ്പെട്ട രണ്ട് നക്ഷത്രങ്ങൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്ന നക്ഷത്രങ്ങൾ രോഹിണിയും പൂരാടവുമാണ്. ഇപ്പോൾ രോഹിണിയും പൂരാടവും നക്ഷത്രത്തെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നു. രോഹിണി നക്ഷത്രത്തിന് അവരുടേതായ ഒരു സഞ്ചാര പാതയുണ്ട്, പൂരാട നക്ഷത്രത്തിന് അതിൻ്റേതായ ഒരു സഞ്ചാര പാതയുണ്ട്. ഇവിടെ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ഒരാളെ പൂരാട നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊരുത്തം എന്ന് പറയുന്നൊരു കാര്യം ഇല്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിവാഹ സമയത്ത് മാത്രമാണ് പൊരുത്തമെന്ന് പറയുന്നൊരു കാര്യം നോക്കാറ്. പക്ഷേ ഈ പൊരുത്തമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ രണ്ട് പേര് തമ്മിൽ നേരിട്ട് കണ്ടാൽ യോജിക്കുമോ എന്നുള്ള കാര്യമാണ് ശരിക്കും നോക്കുന്നത്. വിവാഹത്തിന് സ്ത്രീയുടെയും പുരുഷൻ്റെയുമാണ് പൊരുത്തം നോക്കുന്നത്. പക്ഷേ രണ്ട് പുരുഷന്മാർ ഫ്രണ്ട്സ് ആകുമ്പോൾ, കൂട്ടുകാർ, കൂട്ട് ബിസിനസ്, ഒന്നിച്ചുള്ള യാത്ര, സഹപ്രവർത്തകർ തുടങ്ങിയവരാകുമ്പോൾ അതിൽ ഒരു നക്ഷത്രത്തിന് ഇത്ര നക്ഷത്രമായിട്ട് ചേരില്ല എന്നും ഇത്ര നക്ഷത്രമായിട്ട് ചേരുമെന്നും ലിസ്റ്റുണ്ട്. ചേരുന്നവരെയാണ് പൊരുത്തമുള്ള നക്ഷത്രം എന്ന് പറയുന്നത്. ഇത് പുരുഷനാകാം സ്ത്രീയാകാം, ഒരേ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. അതായത് ഒരേ പുരുഷന്മാരോ ഒരേ സ്ത്രീകൾ തന്നെ ആകാം. ഇനി പൊരുത്തമില്ലാത്ത ഒരു ലിസ്റ്റ് കാണും. അവരൊന്നും പൊരുത്തം അവരുമായിട്ടില്ല. അവരുമായിട്ട് നേരിട്ട് കണ്ട അപ്പം തന്നെ വഴക്കോ വാക്കുകൾക്കോ നടക്കും. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഇങ്ങനെ ലിസ്റ്റ് തിരിച്ചിട്ടുണ്ട്. ഒരു നക്ഷത്രത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരു നക്ഷത്രത്തിൽ ഇതര നക്ഷത്രത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല, പരസ്പരം ഇഷ്ടപ്പെടുകയില്ല. ഇതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകൾ നമ്മളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നത്, കാരണമൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ ദേഷ്യപ്പെടുന്നത്, ചിലർ ഒച്ച വെക്കുന്നത്, ചില സ്ഥാപനങ്ങളിൽ ചെന്ന് നമ്മളെന്തെങ്കിലും സാധനം ചോദിച്ചു കഴിഞ്ഞാൽ തരാത്തത്, അവിടെ ബാക്കി എല്ലാവർക്കും ആ ഒരു വസ്തു കൊടുത്താൽ നമുക്ക് മാത്രം തരത്തില്ല. ഒരു പക്ഷേ സെയിലിൽ നിൽക്കുന്ന ആളാവാം, അല്ലെങ്കിൽ ആ ഒരു ജോലി സ്ഥാപനത്തിലെ ഉടമയാവാം. ഇനി ചിലപ്പോൾ നിങ്ങൾ സെയിലിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, ജോലി സ്ഥാപനത്തിൽ ഉടമയായിക്കോട്ടെ, ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങളോട് ഒച്ച വെക്കുന്നു, ഒരു കാരണം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഈ ലോകത്ത് മനസ്സിലാവാത്ത തരം ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടായിരിക്കും വാക്കാർക്ക് ഉണ്ടാക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് തോന്നും. ഇതിന് പിന്നിൽ പൊരുത്തമില്ലായ്മയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് രോഹിണി നക്ഷത്രവും പൂരാട നക്ഷത്രവും തമ്മിൽ കണ്ടാൽ എന്തു സംഭവിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പൂരാട നക്ഷത്രത്തിൽപ്പെട്ട ഒരു പുരുഷനും രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട മറ്റൊരു പുരുഷനും ഇവർ തമ്മിൽ കാണാനിടയാകും. അതായത് കാണാനിടയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. പൂരാട നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ മുന്നിൽ കൂടി വന്ന് വിലങ്ങും ചാടി. അപ്പോൾ സാധാരണ ഒരുപക്ഷെ വാഹനങ്ങൾ മുന്നിൽ വരുമ്പോൾ ഒരുപക്ഷെ ചിലർ നമ്മൾ പറയും, പൊക്കോ, സാരമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. പക്ഷേ ഇവിടെ വാക്കുകൾക്കും ഉണ്ടാകും. ക്ഷമിക്കണമെന്ന് വെച്ചാൽ പോലും ക്ഷമ കിട്ടാതെ തുടർന്ന് വഴക്കുകൾ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി പൂരാട നക്ഷത്രത്തിൽപ്പെട്ട പുരുഷനും രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ആൾ സ്ഥാപനത്തിൽ ഉടമയെന്ന് കരുതുക, പൂരാടത്തിൽപ്പെട്ട ആൾ അവിടുത്തെ ജോലിക്കാരെന്ന് കരുതുക. ഒരു കാരണവശാലും ഇവർ തമ്മിലുള്ള വഴക്ക് തീരത്തില്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ അവിടെ വഴക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഴക്ക് നടന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇനി പൂരാട നക്ഷത്രക്കാർ എത്ര വലിയ അത്ഭുതം കാണിച്ചാലും രോഹിണി നക്ഷത്രപ്പെട്ട ആൾ അംഗീകരിക്കത്ത് ഇല്ല. ഇനി പ്രധാനമായും മറ്റൊരു വ്യത്യാസം കൂടി നോക്കാം. ഇവിടെ രോഹിണി നക്ഷത്രപ്പെട്ട സ്ത്രീയാണെന്ന് കരുതുക, പൂരാട നക്ഷത്രപ്പെട്ട പുരുഷനാണെന്ന് കരുതുക. ഇവിടെ കാര്യങ്ങൾ നേരെ മറിച്ചാണ്. അതായത് സ്ത്രീകളാകുമ്പോൾ കൂടുതൽ വിനയവും കാര്യങ്ങളും, ചിലർ മാത്രമേ ധിക്കാരപരമായ രീതിയിൽ പ്രവർത്തിക്കാറുള്ളൂ. ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കുമ്പോൾ അവർ ഗർവ് മുഖത്ത് കാണിക്കും, അല്ലെങ്കിൽ അവർ കൺട്രോളിങ് മൊത്തത്തിൽ കാണിക്കും. പക്ഷേ എങ്കിലും എല്ലാവരോടും ഒരുപോലെ തന്നെ ഇടപെടുന്ന ഒരു സ്വഭാവമാണ് രോഹിണി നക്ഷത്രപ്പെട്ട സ്ത്രീകൾക്ക്. ഇപ്പോൾ പൂരാട നക്ഷത്രപ്പെട്ട പുരുഷനാണെങ്കിൽ അവിടെയും വാക്കുകൾക്കും ഉണ്ടാവും.
എങ്കിലും കാര്യങ്ങൾക്കൊരു മയമുണ്ടാകും. നിന്ന് പോകാം, അല്ലെങ്കിൽ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തണ്ട എന്നൊരു തീരുമാനം രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ആൾ എടുക്കും. എങ്കിലും അങ്ങോട്ട് കണ്ണിന് പിടിക്കുന്നില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ ഈ പുരാട നക്ഷത്രത്തിൽപ്പെട്ടവർ മിക്കവരും സ്ഥാപനത്തിൻ്റെ ഉടമകളാകാറില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്ഥാപനങ്ങളുടെ ഉടമകളാകാറുള്ളൂ. മിക്ക ആളുകളും ജോലിക്കാരോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, റിപ്പയറിങ്, അതുപോലെ തന്നെ കറണ്ടിൻ്റെ മറ്റ് വർക്കുകൾ, അതുപോലെ തന്നെ വീടിനകത്ത് മോട്ടറും മറ്റ് ഫാനുകൾ ഫിറ്റ് ചെയ്യുന്ന ജോലികൾ, ഇതൊക്കെ നമുക്ക് സ്വയം തൊഴിലായിട്ട് പറയാം. മേശ, കസാര, പടുത പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളും, തുണി കച്ചവടം, അങ്ങനെയുള്ള എന്ത് കാര്യം ചെറിയ തോതിലുള്ളതും വലിയ തോതിലുള്ളതുമായ സ്വയം തൊഴിലുകളുണ്ട്. ഈ സ്വയം തൊഴിലായ ആളുകൾ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രോഹിണിപ്പെട്ട ഒരാൾ സ്വയം തൊഴിലിൻ്റെ പ്രകാരം പുരാടത്തിൽപ്പെട്ട ഒരാളുടെ ഗ്രഹത്തിലേക്ക് വരുമ്പോഴും വാക്കുതർക്കമുണ്ടാകുന്നു. അവരുമായിട്ട് ആ കച്ചവടത്തിന് വന്ന ആളുമായിട്ട് ചിലപ്പം വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രോഹിണിക്കും പുരാടത്തിനും മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. രണ്ട് നക്ഷത്രങ്ങൾ കാണുമ്പോൾ ആ നക്ഷത്രങ്ങൾ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ പൊരുത്തമുണ്ട്. പകരം വികർഷണമാണ് ഉണ്ടാകുന്നതെങ്കിൽ പൊരുത്തമില്ല. നമുക്കിവിടെ വലിയൊരു തെളിവ് പറയാം. ഒരു പക്ഷേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. നമ്മൾ ചെറിയ വട്ടത്തിരിക്കുന്ന കാന്തത്തെ പൊട്ടിച്ചു കഴിയുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഇരിക്കുന്ന കാന്തമായിരുന്നു, വട്ടത്തെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനെ പൊട്ടിച്ച ശേഷം ഇങ്ങനെ കൂട്ടി യോജിക്കണം, പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കും. പകരം നമ്മൾ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. നമ്മൾ വലിയൊരു മസിൽമാനാണെങ്കിൽ പോലും നമ്മൾ ഒരു കൊച്ചു കാന്തത്തിനെ കൂട്ടിമുട്ടിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇങ്ങനെ കൈ തെറിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൈകൾ എത്ര സൈസുള്ള കാന്തം വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ കൈയെ എടുത്ത് അതിങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുക, അത് തെറിച്ചു പോകും. ഇങ്ങനെ തെറിച്ചു പോകും. ഈ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, മിക്കവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ തള്ളി നോക്കിയാലും തെറിച്ചു പോകും. ഇതിനെയാണ് വികർഷണം എന്നറിയപ്പെടുന്നത്. തെറിച്ചു പോകുന്നതിന് ഇതത് ആകർഷിക്കത്തില്ല, തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. അകന്നു പോകാനാണ് ടെൻഡൻസി കാണിക്കുക. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കൂട്ടിമുട്ടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ രണ്ട് വശങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ തെറിക്കണ പോലെ തന്നെ എതിർ നക്ഷത്രത്തിൽപ്പെട്ട ഒരു ലിസ്റ്റ് ആളുകളുണ്ട്. ആ ആളുകൾ നക്ഷത്രത്തിന് മുന്നിൽ വരുമ്പോൾ, ആ നക്ഷത്രത്തിൽപ്പെട്ട ആളുടെ മുന്നിൽ വരുമ്പോൾ, ഓപ്പോസിറ്റുള്ള ആളുടെ നക്ഷത്രം ഈ എതിർ നക്ഷത്രത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണെങ്കിൽ നമുക്കറിയത്തില്ല ചിലപ്പോൾ ലിസ്റ്റിൽപ്പെട്ടാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതേ അനുഭവമാണ്. ഈ കാന്തം എങ്ങനെയാണ് തെറിച്ചത്, അതേ അനുഭവം തന്നെയാണ് ആ നിൽക്കുന്ന ആളെ കാണുമ്പോൾ. അയാളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. ആളെ കാണുമ്പം എനിക്ക് ദേഷ്യം വരുന്നു, അവൻ്റെ മുഖം എനിക്ക് കാണരുത്. ഈ അനുഭവം ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പുരാണവും രോഹിണിയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് പുരാടൻ രോഹിണി മാത്രമല്ല സംഭവിക്കുന്നത്, അശ്വതിയും തൃക്കേട്ടും തമ്മിൽ സംഭവിക്കും, അശ്വതിയും പുണർന്നവും തമ്മിൽ സംഭവിക്കും, അതുപോലെ തന്നെ പൂരാടവും തിരുവോണവും തമ്മിൽ സംഭവിക്കും, അശ്വതിയും ഉത്രാടവും തമ്മിൽ സംഭവിക്കും, ഭരണിയും തിരുവാതിരയും തമ്മിൽ സംഭവിക്കും, അതുപോലെ മകീരവും അശ്വതിയും തമ്മിൽ സംഭവിക്കും, പൂരാടവും പുണർന്നവും തമ്മിൽ സംഭവിക്കും, അനിഴവും പൂരാടവും തമ്മിൽ സംഭവിക്കും. മനസ്സിലായോ? അതുപോലെ രേവതി ഉത്രട്ടാതിയും തമ്മിൽ സംഭവിക്കും. അങ്ങനെ ഇതിന് എല്ലാ ആളുകൾക്കും ഉണ്ട്. ഒരാൾ പോലും കൂടുതൽ കുറവൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേകതയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് 9 നക്ഷത്രത്തോടു കൂടി മാത്രമേ പൊരുത്തമുണ്ടാവും. 27-ൽ 9 കുറച്ചാൽ ബാക്കി എത്ര കാണുമോ അത്രയും ആളുകൾ വികർഷിക്കുന്ന ലിസ്റ്റിലാണ്. ഇതുകൊണ്ടാണ് കൂടുതൽ അശ്വതി നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടുന്നത്. മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടിയായിരിക്കും അവർ മുന്നോട്ട് പോകും. കാരണം ഒരു യാത്രയിൽ വാക്കുകർക്കം, പുറത്തേക്ക് ഇറങ്ങുമ്പം വാക്കുകർക്കം, എപ്പോഴും വാക്കുകർക്കം. നേരം എടുത്ത് വൈകുന്നേരം വരെ പുറത്തേക്ക് ഇറങ്ങിയാലും അകത്തേക്ക് വന്നാലും എപ്പോഴും വാക്കുകർക്കങ്ങൾ ഉണ്ടാകാനും മാനസികമായി വളരെ ദുഃഖമുണ്ടാകാനും കാരണം വെച്ചു. ഏറ്റവും സൗഭാഗ്യമുള്ള ആളുകൾ രേവതി നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രം പൊരുത്തമില്ലാത്തവരുടെ ലിസ്റ്റിലും ബാക്കിയുള്ളവർ മുഴുവനും പൊരുത്തമുള്ളവരുടെ ലിസ്റ്റുമാണ്. പക്ഷേ എങ്കിലും രേവതി നക്ഷത്രക്കാർ ഒരു പരിധിവരെ മറ്റുള്ളവരോട് അങ്ങനെ ആളും തരവും കണ്ടിട്ട് അടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൂടുതൽ പേർക്ക് ആകർഷണം ഉണ്ടെങ്കിലും അവരെ ചിലപ്പോൾ അവർ മൈൻഡ് ചെയ്തൊന്നും വരില്ല. അതൊരു വലിയ പ്രശ്നമാകാറുണ്ട്. കൂടുതലും സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് അതൊരു പ്രശ്നമല്ല. അവരെ ഫ്രണ്ട്സിനെ എത്ര കിട്ടിയാലും അവർ അടുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്ത്രീയാണ് രേവനക്ഷത്രത്തിലുള്ളെങ്കിൽ അവർക്ക് കൂടുതൽ പൊരുത്തക്കാരുണ്ട് എങ്കിൽ അവർ പുരുഷന്മാരാണെങ്കിൽ പൊരുത്തമുള്ളവർ അടുത്തോട്ട് വരുന്ന കാണുമ്പോൾ ഇവർ ശല്യക്കാരായിട്ട് തീർച്ചയായും മാറ്റുകയും അവർക്ക് വിരോധം ഉണ്ടാവുകയും വാക്കർക്കം ഉണ്ടാവുകയും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം മാനസികമായ അകലെ ഇവർക്ക് പെട്ടെന്ന് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്.
ഏറ്റവും ശക്തിയായ പൊരുത്തമുള്ളവരോട് മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ. അതൊരു പ്രശ്നം മാത്രം രേവതി നക്ഷത്രത്തിലെ സ്ത്രീകളെ അലട്ടാറുണ്ട്. പുരുഷന്മാർക്ക് അതൊരു പ്രശ്നമേ ഇല്ല. കാരണം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി, അവിടുന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു പക്ഷേ ചെറിയ തോതിലുള്ള, നമ്മൾക്ക് ഇവിടെ ഞാൻ ഈ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ അറിവിൻ്റെ ഭാഗമായിട്ട് പറയാം, ചെറിയ തോതിലുള്ള മദ്യം പോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊരു ഘോഷയാത്രയായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചെയിൻ വർക്ക് പോലെ പോകുന്ന സ്വഭാവത്തിൽ പെടുന്നവരുമുണ്ട്, മര്യാദയ്ക്കുള്ള ആളുകളുമുണ്ട്. ഓരോരുത്തരും ഓരോ തരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയിൻ വർക്ക് വരുന്നതിന് കാരണം അവരുടെ പൊരുത്തം കൂടുതലുമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഫ്രണ്ട്സ് വരും. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ പൊരുത്തം ഇല്ലാത്ത, ഇപ്പോൾ അശ്വതിപ്പെട്ട ഒരാൾ മറ്റ് ലഹരി വസ്തുക്കളൊന്നും വേണ്ട, ഒരു ഹോട്ടലിൽ കയറി ഒരാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്താൽ ആ ആൾ പൊരുത്തമില്ലാത്ത ആളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുന്നതോടുകൂടി തന്നെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ പൊരുത്തമുള്ള ഒരാളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം മേടിച്ച് കൊടുത്താൽ ആ വ്യക്തി മറ്റേ ആളുടെ ആജീവനാന്തകാല സുഹൃത്തായിട്ട് നിൽക്കും. ഇതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില സഹായങ്ങൾ ചെയ്യുമ്പോൾ ചിലർ വാക്കുതർക്കം ഉണ്ടാക്കാനും ഒക്കെ. ഇപ്പം ഞാൻ ഉദാഹരണത്തിനാണ് ഒരാളുടെ നോവലിയും പറഞ്ഞത്. 27കാർക്ക് ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക. ചിലർ പറയാം ആ വ്യക്തി വളരെ പാവമാണ്, നല്ലവനാണ്. പക്ഷെ നമ്മൾ പറയുന്നു കൂട്ടത്തിൽ എന്നെ മാത്രം കാണുമ്പോൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്തുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നത്? ദേഷ്യത്തിന് ഒറ്റ ശാസ്ത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ തെറ്റല്ല, നിങ്ങളുടെയും തെറ്റല്ല. കാന്തത്തിൻ്റെ ആ ഒരു എക്സാമ്പിൾ ഞാൻ മാത്രം പറഞ്ഞ് മനസ്സിലാക്കുക. ഇതേമാതിരി തന്നെ വികർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരെ മുന്നിൽ കാണുമ്പോൾ ഇങ്ങനെ അലയടിക്കുന്ന പോലൊരു അവസ്ഥയാണ്. ഇതിപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറയാം. ഒരാൾ നമ്മുടെ നെറ്റിക്ക് നേരെ ഒരു വടി ഇങ്ങനെ ചൂണ്ടുകയാണെന്ന് കരുതുക. നമുക്ക് തലവേദന എടുക്കും. ആ വടി എവിടുന്ന് മാറ്റുന്നവരെ നമുക്ക് സമാധാനം കിട്ടത്തില്ല. ക്ലാസ് റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പക്ഷേ പാഠപുസ്തകത്തിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ചൂരവടി ഇങ്ങനെ നേരെ നിൽക്കാൻ സാധ്യതയുണ്ട്. വളരെ ദൂരെ ഇരിക്കുന്നത് നമുക്ക് ഒരു പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തലവേദന എടുക്കും. കുറച്ച് നേരം കഴിയുമ്പോഴാണ് ആ വടി ഇങ്ങനെ നേരെ നിൽക്കുന്നതുകൊണ്ടായിരുന്നു ഇത്ര നേരം വിഷമം എടുത്തത്. ടീച്ചർ അത് എടുത്ത് മാറ്റിയപ്പോൾ നമ്മുടെ വിഷമത മാറി. അതുവരെ നമ്മൾ ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം പറയാൻ ധൈര്യവുമില്ല, ടീച്ചേഴ്സിനോട് പറയാൻ ധൈര്യമില്ല, വടി എടുത്ത് മാറ്റാൻ പറയാൻ ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ ഈ സഹിക്കുന്ന നമ്മളിങ്ങനെ തല ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയായിരിക്കും നമ്മളെ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരൻ കാണുമ്പോൾ കാണിക്കുന്ന. കണ്ടിട്ടില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അനുഭവം ഉണ്ടാവും. കാരണം എനിക്കും പൊരുത്തമില്ലാത്ത ആളുകൊണ്ട് എൻ്റെ നക്ഷത്രം ഞാൻ വെച്ചതാക്കുന്നില്ല, മനസ്സിലാക്കുക. അപ്പോൾ പൊരുത്തമില്ലാത്ത ആളുകൾ നമ്മളെ കാണുമ്പോൾ എന്താണ് കാണിക്കുക? ഇങ്ങനെ മുഖമിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ വയ്ക്കും. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആയിക്കോട്ടെ, യാത്രകൾ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതൊരു വലിയൊരു ജ്യോതിഷ രഹസ്യമാണ്. ഇങ്ങനെ ഒരു കാലത്തും ഭാര്യയും ഭർത്താവും വാക്കുതർക്കം ഉണ്ടാക്കി നേരം പുറത്ത് വൈകുന്നേരം വരെ വഴക്കുണ്ടാക്കാതിരിക്കാനാണ് വിവാഹ സമയത്ത് പൊരുത്തം നോക്കുന്നത്. ബാക്കി സമ്പത്ത്, പണം, വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങളും സ്വയം ആർജിച്ച കാര്യങ്ങളും കൊണ്ടാണ് വിവാഹം കഴിയും ശേഷം വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് വേറെ വിധി, അതങ്ങനെ കൂട്ടിയാൽ മതി. പക്ഷെ നേരെ കാണാൻ മേല എന്ന് പറയുന്നൊരു കാര്യം വരുന്നത് പൊരുത്തമില്ലാത്തപ്പം മാത്രമാണ്. പൊരുത്തമുള്ളവർ വിവാഹം കഴിച്ചാൽ പിന്നെയും കുറച്ച് കാലം കൂടി ജീവിക്കും. മറ്റവർ ഒന്നാം ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ച് തീരും. ഒരാൾ ജീവിച്ചിരിക്കും, അതുപോലുള്ള പരിപാടി ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യം വലിയൊരു അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ എല്ലാവർക്കും ഇതേപ്പറ്റി അറിയണമെന്നില്ല. കാരണങ്ങൾ തിരക്കി ഓടുകയായിരിക്കും. പൊരുത്തം എന്തെന്നറിയാം, വിവാഹത്തിന് നോക്കുകയാണോ പൊരുത്തമെന്നറിയാം, ജാതകം കുറിപ്പിച്ചത് നോക്കിയെന്നറിയാം. ഇതല്ലാതെ ഇതേപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. രണ്ട് പുരുഷന്മാർ തമ്മിൽ പൊരുത്തമുണ്ടോയെന്നോ, രണ്ട് സ്ത്രീകൾ തമ്മിൽ പൊരുത്തമുണ്ടോയെന്നോ, മാതാപിതാക്കളും മക്കളും തമ്മിൽ. ഇതുകൊണ്ടാണ് ചിലപ്പോൾ മക്കൾക്ക് ഒറ്റപ്പെടേണ്ടി വരുന്നത്, ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഒറ്റപ്പെടേണ്ടി വരുന്നത്. ഭാര്യയും ഭർത്താവും പൊരുത്തം നോക്കി കിട്ടിക്കുന്നുണ്ട്, അവിടെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മക്കൾ ഏത് നക്ഷത്രത്തിലായിരിക്കും ജനിച്ചതെന്ന് ഒരു പൊരുത്തം ഉണ്ടാവുകയില്ല. എപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു പൊരുത്തം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വർക്കും വിവാഹം കഴിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യയുടെ ആങ്ങളെയോ മറ്റൊരു പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ് ആ വ്യക്തിയോട് മാത്രം ശണ്ടയുണ്ടാവുക, അകന്ന ബന്ധത്തിൽപ്പെട്ടവരുമായിട്ട് വഴക്കുണ്ടാവുക. ഇതിനൊക്കെ മെയിൻ കാരണം പൊരുത്തമില്ലാത്ത. ബാക്കി പിന്നെ സമ്പത്ത് പോലുള്ള കാര്യങ്ങളും കടവും കാര്യങ്ങളും വരുമ്പോഴാണ് ബാക്കി പ്രശ്നം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിവ് ചാനലിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ വിളിക്കുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. താങ്ക് യു.